السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വക്കിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും ന്യൂനതകളുമെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിൻ്റെ വസ്ത്രധാരണ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞീദ് മദനി റഹിമഹുമുള്ള അദ്ദേഹം തുടങ്ങിവെച്ച സ്ഥാപനമാണ് വേങ്ങര മനാറുൽ ഹുദ. ആകുന്ന രീതിയിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ സമാപിക്കുകയാണ്. യാത്രയിലുടനീളം റോഡുകളൊക്കെ തിരക്കിലാണ്, ബ്ലോക്കാണ്. നമ്മളിവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറെ സമയമെടുക്കും. ഇത് പകലിന്റെ അവസ്ഥയാണെങ്കിൽ രാത്രിയുടെ അവസ്ഥ ഇതിനേക്കാൾ ശോചനീയമാണ്. 2 ദിവസം മുമ്പ് വടക്കൻ ഭാഗങ്ങളിൽ ഒരു പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ച് തിരൂരിലെത്തുന്നത് ഏകദേശം 2 മണി സമയത്താണ്. ആ 2 മണി സമയത്തും പെണ്ണുങ്ങളും കുട്ടികളും അടക്കം ആപാദവൃതം ജനങ്ങൾ ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ്. എല്ലാവരും വസ്ത്രമെടുക്കുന്ന തിരക്കിലാണ്. പുതിയ പുതിയ മെറ്റീരിയലുകൾ ഇറങ്ങിയപ്പോൾ പഴയത് പറ്റില്ല എന്ന് തോന്നിക്കൊണ്ട് പുതിയത് വാങ്ങുന്ന തിരക്ക്. പെരുന്നാളിന്റെ വസ്ത്രം അതിനൊരു പ്രത്യേകത, അത് പുതിയ മോഡൽ തന്നെ വേണമെന്ന വാശിയുടെ മേൽ പകലിൽ സമയം കുറവായതുകൊണ്ട് രാത്രി വിശാലമായ സമയമില്ല, അപ്പൊ പിന്നെ രാത്രി തന്നെ ആക്കാം എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ്. ഇവിടെയാണ് നമ്മൾ
മുസ്ലിമിന്റെ വസ്ത്രധാരണ എന്ന വിഷയത്തെ കാലികമായി ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി വിലയിരുത്തുന്നത് അയാളുടെ വേഷം നോക്കിയിട്ട് പല ഘടകങ്ങളുണ്ട്. അതിൽ അയാളുടെ വേഷം നോക്കിയിട്ടും അയാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ വിലയിരുത്താറുണ്ട്. ഒരാൾ ധരിച്ചിരിക്കുന്ന വേഷം, ആ വേഷം അയാളുടെ സംസ്കാരത്തെ വിളിച്ചറിയിക്കും. ഇപ്പൊ നമ്മൾ കോട്ടക്കലുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ വിദേശത്ത് നിന്ന് പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ നാട്ടിൽ വരുന്ന വിദേശികളായ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ വേഷവിധാനങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയും അയാൾ ഇന്ന നാട്ടുകാരനാണ്, നമ്മുടെ നാട്ടുകാരനല്ല എന്ന് പറയും. അപ്പൊ വേഷം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വ്യക്തിത്വത്തെ വേർതിരിക്കുന്നു, മനുഷ്യന്റെ സംസ്കാരത്തെ വേർതിരിക്കുന്നു, മനുഷ്യന്റെ നാടിനെ വേർതിരിക്കുന്നു. ഓരോ നാട്ടുകാർക്കും ഓരോ തരത്തിലുള്ളതായ വേഷവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ധരിക്കുന്ന ഈ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ ഈ പാന്റും ഷർട്ടും നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതാണ്. മുണ്ടും ഷർട്ടും ധരിച്ച് പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വേഷം ധരിക്കേണ്ടി വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്, എങ്ങനെയെങ്കിലും നാട്ടിലെത്തി കിട്ടിയാൽ മതി, എനിക്ക് ഇതൊക്കെ ഒന്ന് അയച്ചിടണം, എനിക്ക് സാധാരണ വേഷം. അപ്പൊ വേഷം എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു സ്വസ്ഥതയ്ക്കും കൂടെ കാരണമാകുന്ന ഒരു ഘടകമാണ്. അപ്പൊ വസ്ത്രധാരണത്തിന് ഇങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവന്റെ സംസ്കാരം, അവന്റെ മനസ്സിന്റെ സ്വസ്ഥത, അവന്റെ വ്യക്തിത്വം. പിന്നെയും വേഷത്തെ കുറിച്ച് പറഞ്ഞാൽ ചില മതങ്ങൾ, ആ മതങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചു കൊണ്ടുള്ള വേഷം. ചില വേഷം ധരിച്ചു പോയാൽ, ഇപ്പൊ ഞാൻ ഈ കോലം പൊളിച്ചു പോയാൽ എന്നെ കുറിച്ച് ആരും ഒരു മുസ്ലിം അല്ല എന്ന് പറയാൻ കഴിയും. വേഷം കാണുമ്പോൾ നിങ്ങളിങ്ങനെ വേഷം ധരിച്ചു പോകണം കണ്ടു കഴിഞ്ഞാൽ പറയാം അതാ അയാൾ ഇന്ന ജാതിക്കാരനാണ്, ഇന്ന മതക്കാരനാണ്. ചില വേഷം കണ്ടാൽ നമ്മൾ പറയും ആ വേഷം അത് ഇന്ന മതത്തിൻ്റെതാണ് എന്ന് പറയും. അപ്പോൾ വസ്ത്രധാരണ മനുഷ്യന്റെ മതത്തെയും വേർതിരിക്കുന്നു. അപ്പൊ ഒരുപാട് ഘടകങ്ങൾ വസ്ത്രധാരണയ്ക്ക്. അവിടെയാണ് നമ്മുടെ വേഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിൽ പല ആളുകളും പല സന്ദർഭങ്ങളിൽ പല വേഷം ധരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് വെള്ള വസ്ത്രമേ ധരിക്കൂ. അത് ഞാൻ എന്റേതായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നു. അതല്ലാതെ മറ്റുള്ള ഏതെങ്കിലും ഒരു ചടങ്ങിനോ അതല്ലെങ്കിൽ പൊതുവായ രീതിയിലോ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വെള്ള വസ്ത്രം ഒഴിവാക്കി നിറമുള്ള വസ്ത്രം ധരിക്കും. നിങ്ങൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. എല്ലാ ആളുകളും, ചില ആളുകൾ ഒരേ സമയത്തും എല്ലാ സമയത്തും ഒരേ വേഷം ധരിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ പൊതു പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ വേറെ വേഷം ധരിക്കുന്ന ആളുകളുണ്ട്. ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ പ്രത്യേക വേഷം ധരിക്കുന്നവരുണ്ട്. ഓരോ സമയങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും വേഷങ്ങൾ മാറാറുണ്ട്, വസ്ത്രധാരണയിൽ മാറ്റം വരുത്താറുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുമുള്ളതാണ്. എന്നാൽ പഴയ കാലത്തുള്ള വേഷത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ മനുഷ്യന്മാര് വേഷം ധരിച്ചിരുന്ന വസ്ത്രം എങ്ങനെയായിരുന്നു അവരുടേത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലകൾ കൊണ്ടും തോല് കൊണ്ടും വസ്ത്രം ധരിച്ചിരുന്ന ആളുകൾ മുമ്പുണ്ടായിരുന്നു. ഇന്നത്തെ ഈ മെറ്റീരിയലുകളൊന്നും ഇറങ്ങാത്ത, കണ്ടുപിടിക്കാത്ത കാലത്ത് മനുഷ്യൻ നഗ്നത മറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് മരത്തിന്റെ തോലും ഇലയുമായിരുന്നു. പിന്നീട് അതങ്ങനെ പരിഷ്കരിച്ചു വന്നു. പിന്നെ നമ്മുടെയൊക്കെ പഠനത്തിന്റെ പരിധി ഈ അടുത്ത് എത്തുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പുള്ളൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ദരിദ്രരായിരിക്കുന്ന ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ആളുകൾ ചാക്കുകൊണ്ട് വസ്ത്രം ധരിച്ചു വന്നു. ഇന്ന് ചാക്കുകൊണ്ട് വസ്ത്രം ധരിക്കില്ല. ഇന്ന് ചാക്കുകൊണ്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശരിയായ ഒരു സംസ്കാരമായിട്ട് കാണുന്നില്ല. അപ്പൊ അവിടെ നിന്ന് മാറി മനുഷ്യന്റെ കണ്ടുപിടുത്തം വികസിക്കുന്നതനുസരിച്ച് മനുഷ്യന്റെ വസ്ത്രധാരണയിൽ പുതിയ പുതിയ മെറ്റീരിയലുകൾ, പുതിയ പുതിയ രീതികൾ അവൻ അവലംബിച്ചു. ഇങ്ങനെ അവലംബിച്ചുകൊണ്ട് കാലാനുസൃതമായി കൊണ്ട് വേഷത്തിൽ, വസ്ത്രധാരണയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായപ്പോൾ ഓരോരുത്തരുടെയും വസ്ത്ര രീതി വ്യത്യസ്തമായിരിക്കെ നാം മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമുക്കൊരു വേഷമുണ്ട്, മുസ്ലിമിനൊരു വസ്ത്രധാരണയുണ്ട്. അത് എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ വേഷമെന്നല്ല, അവന്റെ ജീവിതത്തിന്റെ ഏതൊരു ഭാഗത്തെ മുസ്ലിം വിലയിരുത്തുകയാണെങ്കിലും അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടേ വിലയിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേഷം, ആ വേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ അഭിസംബോധന മുസ്ലിങ്ങളോടല്ല. അള്ളാഹു പറയുന്നു, യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യന്മാരോടടക്കം എല്ലാ മനുഷ്യന്മാർക്കുള്ള അഭിസംബോധനയാണ്. അല്ലയോ ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിശ്ചയം നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നു. വസ്ത്രം കാലാനുസൃതമായ കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് ഭേദഗതി വസ്ത്രധാരണയിലും വസ്ത്രത്തിലും ഉണ്ട് എങ്കിലും ആ വസ്ത്രം മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുത്തത് അല്ലാഹുവാണ്. ലോകത്ത് വസ്ത്രം ധരിക്കുന്ന ജീവി ഉണ്ടെങ്കിൽ അത് ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യൻ മാത്രമേ ഉള്ളൂ. വേറൊരു ജീവിയും വസ്ത്രം ധരിക്കുന്നവരില്ലല്ലോ. അപ്പൊ മനുഷ്യന് അല്ലാഹു തആല ആദം സന്തതികൾക്ക് അല്ലാഹു തആല വസ്ത്രം ഇറക്കി കൊടുത്തു. എന്തിനു വേണ്ടി? വിശുദ്ധ ഖുർആൻ വസ്ത്രത്തിന്റെ ഉപയോഗം രണ്ട് കാര്യങ്ങളെ പറയും. എന്തിനു വേണ്ടിയാ വസ്ത്രം എന്ന ചോദ്യത്തിന് ഖുർആൻ പറഞ്ഞത് യുവാരി സൗആത്തിക്കും വരീശ. ഈ രണ്ട് ലക്ഷ്യമാണ് വസ്ത്രം കൊണ്ട്. ഒന്ന്, യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറയ്ക്കുക. വസ്ത്രം കൊണ്ടുള്ള ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തത് വരീശ, അലങ്കാരം. അപ്പൊ മനുഷ്യന് വസ്ത്രം എന്തിനാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. നഗ്നത മറയ്ക്കാനും അതേ പ്രകാരം അലങ്കാരത്തിനും വേണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ ആളുകളുടെ വസ്ത്രധാരണ സത്യത്തിൽ ഇത് രണ്ടിനും വേണ്ടി അല്ല എന്ന് തോന്നിപ്പോയി. പലരും ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവരുടെ കോലമൊക്കെ കണ്ടാൽ ഇത് രണ്ടിനും വേണ്ടിയല്ല, അലങ്കാരത്തിനുമല്ല. ചില ആൾക്കാരുടെ വസ്ത്രത്തിൽ ഇപ്പോ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു തുണിക്കടയിലുള്ള പുരുഷന്മാരുടെ വേഷം സംവിധാനിച്ച് അത് പോസ്റ്റ് ഇട്ടേക്കണം. കണ്ടപ്പോൾ ഞങ്ങളുടെ വീട്ടില്, സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ തുറക്കാൻ ഉപയോഗിക്കുന്ന തുണിയുണ്ടല്ലോ, അതിന് ഓരോ ഭാഷ പറയുന്നത്, ആ തുണി പോലെ ഇരിക്കും. അതിലൊരു അലങ്കാരമില്ല, ഒരു നഗ്നത മറക്കലില്ല. അവിടെയാണ് ഇസ്ലാമിന്റെ കടന്നു വരൽ. അള്ളാഹു ആ ആയത്തിന്റെ തൊട്ടു ചേർന്ന് തന്നെ പറഞ്ഞത്, ആയത്തിന്റെ ബാക്കിയായിട്ട് പറഞ്ഞത്, സാധാരണ വസ്ത്രം മനുഷ്യന്മാർക്ക് നഗ്നത മറയ്ക്കാനും അതേപോലെ അലങ്കാരത്തിനും വേണ്ടിയാകുമ്പോൾ ഒരാൾ നഗ്നത മറയ്ക്കുകയും അലങ്കാരമാണ് എന്ന് കരുതുകയും ചെയ്തുകൊണ്ട് ഏത് വസ്ത്രവും ധരിക്കലല്ല, മറിച്ച് തഖ്വയുള്ള വസ്ത്രമായിരിക്കണം മുഅ്മിന് ധരിക്കേണ്ടത്. തഖ്വയുള്ള വസ്ത്രമാണ് ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായ വഴി എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ വസ്ത്രധാരണ തഖ്വയിൽ അധിഷ്ഠിതമായ വേഷമായിരിക്കണം. തഖ്വ ഉണ്ടാകണം അവന്റെ വേഷത്തിൽ. വസ്ത്രധാരണ കണ്ടാൽ അവനാണ് ഒരു മുത്തഖിയാണെന്ന് തോന്നണം. ആ നിലയിലായിരിക്കണം വേഷം. ഇവിടെ ഇസ്ലാം ആണിനും പെണ്ണിനും വ്യത്യസ്തമായ വേഷം പറയുന്നുണ്ട്. ആണിനും ഒരു പ്രത്യേക വേഷം, പെണ്ണിനും ഒരു പ്രത്യേക വേഷം. പെണ്ണിന്റെ വസ്ത്രധാരണയെ കുറിച്ചാണ് സമൂഹത്തിൽ വ്യാപകമായ ചർച്ച. ഞാൻ ആ ചർച്ചയുടെ ഗൗരവത്തെ കുറിച്ച് കാണുന്നില്ല. എവിടെ ചെന്നാലും, ഏത് ഭാഗത്ത് ചെന്നാലും, ഏത് പ്രാസംഗികൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും, ചർച്ച ചെയ്യുകയാണെങ്കിലും, എഴുത്തുകാർ പറയുകയാണെങ്കിലും, കവികൾ എഴുതുകയാണെങ്കിലും പെണ്ണിന്റെ വസ്ത്രധാരണയെ കുറിച്ചുള്ള ചർച്ചകളാണ്. പെണ്ണിന്റെ വസ്ത്രധാരണയുടെ മോശത്തരവും അതിന്റെ അപകടങ്ങളും ഒക്കെയാണ് ചർച്ച. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ വസ്ത്രധാരണയ്ക്ക് മാത്രമല്ല ഇസ്ലാം പ്രാധാന്യം കൊടുത്തത്. ഇസ്ലാം പ്രാധാന്യം കൊടുത്തപ്പോൾ പുരുഷന്റെ വസ്ത്രധാരണയ്ക്കും ഇസ്ലാം പ്രാധാന്യം കൊടുത്തു. ഒരു പക്ഷേ ആയത്തുകളും ഹദീസുകളും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ പെണ്ണിന്റെ വസ്ത്രധാരണയേക്കാൾ കൂടുതൽ ഇസ്ലാം പുരുഷന്റെ വസ്ത്രധാരണ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും. ആണിന്റെ വസ്ത്രം അത് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. അതിന്റെ കാരണം ഒരു പക്ഷേ 5 നേരം പള്ളിയിൽ പോകാനും അതേപോലെ ഓഫീസുകളിലേക്ക് പോകാനും പൊതുധാര ഇടപഴകുകയും ചെയ്യുന്നത് പുരുഷന്മാരായതുകൊണ്ടായിരിക്കാം ഇസ്ലാം ആ വിഷയത്തിൽ ഒരു പണത്തൂക്കം മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ആളുകൾ പെണ്ണുങ്ങളുടെ വസ്ത്രം, ഇതാണ് പ്രധാനമായ ചർച്ച. ഇവിടെ നമ്മൾ പുരുഷന്മാർ ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും പുരുഷന്റെ വസ്ത്രധാരണ വിഷയത്തിൽ ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങളാണ്. ആ
5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പൊക്കെ എടുക്കുന്ന, സക്കാത്തൊക്കെ കൊടുക്കുന്ന, ഹജ്ജ് 2-3 ചെയ്ത ആളുകൾ അടക്കം വസ്ത്രധാരണ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കുന്നില്ല. വസ്ത്രധാരണ വിഷയത്തിൽ അവർ അലംഭാവം കാണിക്കുകയാണ്. അങ്ങനെ ഒരു അലംഭാവം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ വ്യാപകമായ തോതിലുണ്ട്. എവിടെ പോയി പരിശോധിച്ചാലും എത്രയോ ആളുകളോട് പറയേണ്ടി വന്നിട്ടുണ്ട് വസ്ത്രധാരണ കാര്യത്തിൽ. അത് ശരിയല്ല, ആ രീതി ശരിയല്ല. ആള് നല്ല ആളാണ്, ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും മുഖത്തുണ്ട്, വേഷത്തിലും കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളുടെ അകത്താണോ വസ്ത്രം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പലരുടെയും വസ്ത്രധാരണ ഒരു പക്ഷേ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാനടക്കമുള്ള ആളുകൾ പോകുമ്പോൾ ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത് അനുസരിച്ച് കൊണ്ടുള്ള വസ്ത്രധാരണയാണോ എന്റെയും നിങ്ങളുടെയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു അപകടകരമായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്, വേഷവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ പ്രത്യേകിച്ച് മുസ്ലിമിന്റെ വേഷവിധാനത്തിൽ ഇങ്ങനെ ഒരു അലംഭാവം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനമായ കാരണം ഒരു പൈശാചികമായ ഇടപെടൽ വസ്ത്രധാരണയിൽ ഉണ്ടെന്നാണ്. ഞാനിത് പറയുന്നത് കൃത്യമായ ഒരു രേഖയോടുകൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാചിന്റെ ലക്ഷ്യം എന്താ? പിശാചിന്റെ ലക്ഷ്യം, പ്രധാനമായ ലക്ഷ്യം നമ്മളൊന്നും സ്വർഗത്തിൽ പോകരുത്. അതാ പിശാചിന്റെ ലക്ഷ്യം. ഞാനും നിങ്ങളൊന്നും സ്വർഗത്തിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറാൻ പിശാചിനുള്ള എളുപ്പ വഴി ഏതാ? മനുഷ്യന്റെ ഉടുതുണി പിടിക്കല. മനുഷ്യന്റെ ഉടുതുണിയിൽ പിടിച്ചാൽ പിശാചിന് എളുപ്പമാണ് മനുഷ്യനെ സ്വർഗത്തിൽ നിന്നും അകറ്റാൻ കഴിയും. അതിന്റെ കാരണം എന്താ? പിശാച് ഈ തന്ത്രം, അതായത് ഉടുതുണിയിൽ പിടിച്ചാൽ മനുഷ്യൻ സ്വർഗത്തിന് പുറത്താണ് എന്ന തന്ത്രം പിശാച് നമ്മുടെ മാതാപിതാക്കളിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. നമ്മുടെ മാതാപിതാക്കളിൽ പരീക്ഷിച്ച് വിജയിച്ചു. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ ഭാഗം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായം 20-ാമത്തെ ആയത്ത്. ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് അവരെ രണ്ടുപേരെയും വസ്വാസിലാക്കി. പിശാച് അവർ രണ്ടുപേരെയും വസ്വാസിലാക്കി. എന്തിനു വേണ്ടിയാ വസ്വാസാക്കിയത്? ലിയുബ്ദിയ ലഹുമാ മാ ഊലിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവർക്ക് രണ്ടുപേർക്കും മറക്കപ്പെട്ടു വെച്ചിരുന്ന അവരുടെ നഗ്നതയെ വെളിവാക്കാൻ വേണ്ടി. അപ്പൊ നഗ്നതയെ വെളിവാക്കുക എന്നുള്ളതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അങ്ങനെ നഗ്നത വെളിവായി കഴിഞ്ഞാൽ പിശാചിന് അറിയാം സ്വർഗത്തിന് പുറത്താകും. അതിനുവേണ്ടി പിശാച് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങൾക്ക് ഈ മരത്തിൽ നിന്നുള്ള ഫലം, ഈ മരത്തിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുത്. വലാ തഖറബ ഹാദിഹി ശജറത, ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങൾ മലക്കുകളാകാതിരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതരായി ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അല്ലാഹു തആല ആ മരത്തെ തടഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആ മരത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുകയാണ്, പഴം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ശാശ്വതരായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി പോകും എന്ന് പിശാച് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്തിനു വേണ്ടിയാ മുന്നറിയിപ്പ്? അത് ഖുർആൻ പറഞ്ഞത് ലിയുബ്ദിയ സൗആതി ലിയുബ്ദിയ ലഹുമാ മാ ഊലിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള അവരുടെ വസ്ത്രത്തെ, നഗ്നതയെ വെളിവാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു ഉപദേഷ്ടാവ് മാത്രമാണ്, ഞാനൊരു ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ആ മരത്തിന്റെ ആ പഴം നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകും. ഈ ഒരു വഞ്ചന പിശാച് കാണിച്ചു. മാത്രമല്ല അവന്റെ ആ വഞ്ചനയിൽ രണ്ടാളുകൾ പെട്ടുപോയി, നമ്മുടെ മാതാപിതാക്കൾ പെട്ടുപോയി. ആ വഞ്ചനയിൽ പെട്ടപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ആ വസ്ത്രധാരണ വിഷയം ചിന്തിക്കണം. അവർ ആ മരത്തിൽ നിന്നും രുചിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മരത്തിൽ നിന്ന് രുചിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഖുർആൻ പറയുന്നു, അവർക്ക് രണ്ടുപേർക്കും അവരുടെ നഗ്നത വെളിവായി. കണ്ടില്ലേ? അപ്പൊ നഗ്നത വെളിവാക്കലായിരുന്നു പിശാചിന്റെ ലക്ഷ്യം.
നഗ്നത വെളിവായി കഴിഞ്ഞപ്പോഴോ അവർ ചെയ്ത പണി അവർ ഓടിപ്പോയിട്ട് എന്താ ചെയ്തത്? നഗ്നത വെളിവായപ്പോൾ ആദ്യം അവർ ചെയ്തത് സ്വർഗത്തിലെ മരത്തിന്റെ ഇല എടുത്തിട്ട് നഗ്നത മറക്കാൻ ശ്രമിച്ചു. അപ്പൊ നഗ്നത വെളിവാകാൻ പാടില്ല എന്നും നഗ്നത വെളിവായാൽ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് നഗ്നത വെളിവായ ഉടനെ അവർ രണ്ടുപേരും പോയിട്ട് സ്വർഗത്തിന്റെ ഇല കൊണ്ടുപോയി നഗ്നത മറച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ വസ്ത്രധാരണ വിഷയത്തിൽ സമൂഹത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, വസ്ത്രധാരണ വിഷയത്തിൽ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രധാനമായ കാരണം പിശാച് ഇടപെടുന്നുണ്ട്. പൈശാചികമായ ഇടപെടൽ തന്നെയാണ് കാരണം. പിശാച് നമ്മുടെ നഗ്നത വെളിവാക്കി കഴിഞ്ഞാൽ പിശാചിന് അറിയാം സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. സ്വർഗത്തിൽ അവർക്ക് നഗ്നത വെളിവായപ്പോൾ അല്ലാഹു പറഞ്ഞതെന്താ? നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകണം. അപ്പൊ സ്വർഗത്തിൽ നിന്നും ഇവർ പുറത്തു പോകാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അത് നഗ്നത വെളിവായതുകൊണ്ട്. അവിടെയാണ് അല്ലാഹു തആല രണ്ട് വിഭാഗം ആളുകളോടും പറയുന്നത്. ആരോട്? മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയുന്നത്. വസ്ത്രധാരണ വിഷയത്തിൽ ഒരു പുരുഷൻ അവന്റെ മാക്സിമം വസ്ത്രധാരണയിൽ, അതേപോലെ ഒരു സ്ത്രീ അവളുടെ മിനിമം വസ്ത്രധാരണയിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ അവകാശികളാണ്. നരകത്തിന്റെ അവകാശികളാണ് രണ്ട് വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം നമ്മുടെ വിഷയവുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ ചർച്ചക്കെടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലം അറഹുമ, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന അർത്ഥമുണ്ട്, ഇങ്ങനൊരു അർത്ഥമുണ്ട്. ലം അറഹുമ, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. അവരാരാണ്? അവർ നിസാഉൻ, ഒരു തരം പെണ്ണുങ്ങളാണ്. കാസിയാത്തും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തും നഗ്നരാണ്. മാഇലാത്തും മുമീലാത്തും അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തല. അങ്ങനെയുള്ള ആളുകൾ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കൂല പെണ്ണ് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞ എന്താ? ആ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ നഗ്നരാണ്. വസ്ത്രം ധരിച്ചു, പക്ഷെ ആ വസ്ത്രം പൂർണ്ണമായും ധരിച്ചിട്ടില്ല. ഒരു പെണ്ണിന് ഇസ്ലാം നിശ്ചയിച്ച വസ്ത്രധാരണയുടെ അളവ് എത്രയാണ്? അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കണം. ഞാൻ നമ്മുടെ ചർച്ചയുടെ അവസാനത്തിൽ ഇൻഷാ അല്ലാഹ് സമയം പോലെ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു പെണ്ണ് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കണം. അത് ഇസ്ലാം ഒരു പെണ്ണിന് പറഞ്ഞിരിക്കുന്ന വസ്ത്രധാരണയുടെ മിനിമം അത്രയെങ്കിലും മറക്കണം. പിന്നീട് ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം പെണ്ണിന്റെ വസ്ത്രധാരണയിൽ പറഞ്ഞത് അവളുടെ സൗന്ദര്യം വെളിവാക്കാതിരിക്കുന്ന നിലയിൽ, വെളിവാക്കാൻ പാടില്ല. ആ നിലയിൽ പിന്നീട് എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണോ അങ്ങനെയൊക്കെ ധരിക്കണം. അപ്പൊ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ മറക്കണമെന്നുള്ളത് ഇസ്ലാമിലെ പെണ്ണിന്റെ മിനിമം വേഷം. ആ മിനിമം വേഷം ഒരു പെണ്ണ് വിട്ടുകടന്നാൽ ആ പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ പെണ്ണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം അവളുടെ വേഷവിധാനത്തിൽ അവൾ മിനിമം വിട്ടുകടന്നു. മിനിമത്തിൽ നിന്നില്ല, അവൾ അതിന്റെ താഴേക്ക് വന്നു. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു? സ്വർഗം അവൾക്ക് നിഷിദ്ധമായി. എന്നാൽ വസ്ത്രധാരണയിൽ പുരുഷൻ മാക്സിമം വിട്ടുകടന്നാലും, ഒരു പുരുഷന്റെ വസ്ത്രധാരണയുടെ മാക്സിമം ഏതാ? അവന്റെ നെരിയാണി വരെയാണ്. ഒരു പുരുഷൻ വസ്ത്രം ഇറങ്ങുകയാണെങ്കിൽ നെരിയാണി വരെ ഇറങ്ങിയാൽ മതി. നിസ്ഫുസാക്കാണ്, കണ്ടങ്കാലിന്റെ പകുതിയാണ്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയാൽ നെരിയാണി വരെ. അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന വസ്ത്രത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇസ്റത്തുൽ മുഅ്മിനി ഇലാ നിസ്ഫിസാഖൈൻ, മുഅ്മിനായ പുരുഷന്റെ വസ്ത്രം അവന്റെ കണ്ടങ്കാലിന്റെ പകുതിയോളമാണ്. വലാ ജുനാഹ ഫീമാ ബൈനഹു വ ബൈനൽ കഅബൈനി, നെരിയാണിയുടെ ഇടയിൽ വരെ ആ വസ്ത്രം പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല.
അതിന്റെ മുകളിലേക്ക് പോകുന്ന വസ്ത്രം അത് നരകത്തിലാണ്. അപ്പോ പുരുഷൻ നരകത്തിൽ പോകാൻ കാരണം, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണം എന്താ? അവന്റെ വസ്ത്രം. അവൻ 5 നേരം നിസ്കരിക്കുന്നവരാ, അവൻ നോമ്പ് പിടിച്ച ആളാണ്, അവനെ സംബന്ധിച്ചിടത്തോളം ശിർക്കൊന്നും ചെയ്തിട്ടില്ല, വിദ്യാർത്ഥി ചെയ്തിട്ടില്ല. പക്ഷെ അവൻ വസ്ത്രം നരകത്തിലേക്ക് പോകാനുള്ള, അവൻ നരകത്തിൽ പോകാനുള്ള കാരണം, സ്വർഗം അവൻ നിഷിദ്ധമാകാനുള്ള കാരണം എന്താ? ഈ ഒരു കാരണം, വസ്ത്രം അതിന്റെ മാക്സിമം വിട്ടു. അവ പുരുഷൻ അവൻ വേഷത്തിൽ അവൻ മാക്സിമം വിടാതിരിക്കുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വേഷം മിനിമം കുറയാതിരിക്കുക, മിനിമത്തിൽ താഴേക്ക് വരാതിരിക്കുക. അത് രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലാഹു തആല വീണ്ടും പറയുന്നത്. യാ ബനി ആദം, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ആദമിന്റെ മക്കളെ, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ ആക്കാതിരിക്കട്ടെ. നമുക്കുള്ള ഉപദേശം ഈ ചരിത്രമൊക്കെ അല്ലാഹു പറഞ്ഞിട്ട് അല്ലാഹു നമുക്ക് തരുന്ന ഉപദേശമാണ്. ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു, പിശാച് നിങ്ങളെ ഫിത്നയിൽ ആക്കാതിരിക്കട്ടെ. എങ്ങനെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ. അപ്പൊ അതാണ് ഫിത്ന. മാതാപിതാക്കൾ സ്വർഗത്തിൽ നിന്ന് പുറത്തായതൊരു ഫിത്നയാണ്. അങ്ങനെ ഒരു ഫിത്നയിൽ നിങ്ങളും പെടാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ പെടുത്താതിരിക്കട്ടെ. എന്താണ് ആ പിശാച് ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവർ രണ്ടുപേരുടെയും തുണി അഴിച്ചു കളഞ്ഞു പിശാച്. അവർ രണ്ടുപേരുടെയും തുണി അഴിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ നഗ്നത വെളിവാകാൻ വേണ്ടി. അപ്പോ നഗ്നത വെളിവാകാൻ വേണ്ടി വസ്ത്രം അഴിച്ചു കളഞ്ഞ് പിശാച് മാതാപിതാക്കളെ ഫിത്നയാക്കിയതുപോലെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയാൻ പാകത്തിന് നിങ്ങളെ വസ്ത്രത്തിന്റെ മേൽ പിശാച് കൈവെക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത വഴിയിലൂടെ. അപ്പൊ നമ്മൾ കാണാത്ത വഴിയിൽ കൂടെ അവൻ പലതും കാണുന്നുണ്ട്. അവൻ അപ്പോൾ കേറി പിടിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഉറച്ച ഒരാൾ, ഇഖ്ലാസായി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, പ്രവാചക ചര്യ അനുധാവനം ചെയ്യുന്നവൻ, അവനെ മറ്റു രീതിയിൽ വഴി പിഴപ്പിക്കാൻ കഴിയില്ല എങ്കിൽ അവൻ വഴി പിഴപ്പിക്കാൻ എടുക്കുന്ന ഏറ്റവും എളുപ്പമായ മാർഗം വസ്ത്രത്തിൽ കയറി പിടിക്കലാണ്. വസ്ത്രത്തിൽ കയറി പിടിച്ചാൽ പറ്റും, എളുപ്പമാണത്. പല മോഡലുകളുണ്ട്, പല രീതിയിൽ ഇറങ്ങും. നമുക്കറിയാം, ചരിത്രം നമ്മൾ വായിച്ച ആളുകളാണ്. സ്പെയിന്റെ ചരിത്രം, ആ സ്പെയിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്പെയിൻ 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ. താരിഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ 7000-ഓളം പട്ടാളക്കാര് മധ്യധരണ്യാഴി മുറിച്ചു കടന്ന് യൂറോപ്പിന്റെ മണ്ണിൽ കാലുകുത്തി അവിടെ അതീശാധിപത്യം സ്ഥാപിച്ച് ഇസ്ലാമിക ഭരണപരമായ കാര്യങ്ങളിലൂടെ സ്പെയിൻ ലോക ശ്രദ്ധ നേടി. പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാരെയും പ്രഗത്ഭരായിരിക്കുന്ന ഇമാമുകളെയും സ്പെയിൻ വാർത്തെടുത്തു. ആ സ്പെയിൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സ്പെയിനിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇസ്ലാമികമായ ഒരു വസ്ത്രധാരണയുടെ രൂപത്തിൽ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. സ്പെയിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിലെ മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾ കളർഫുൾ വേഷത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാത്ത കാലമാണ്. ആ കാലഘട്ടത്തിലാണ് അബു അബ്ദുല്ല, അവസാനത്തെ സ്പെയിന്റെ ഭരണാധികാരി അബു അബ്ദുല്ല ചുമതലയേറ്റത്. അബു അബ്ദുല്ല ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ അബു അബ്ദുല്ല ആദ്യം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ മദീനത്തു സഹറ എന്ന പേരിൽ ഒരു പട്ടണം ഉണ്ടാക്കി, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മദീനത്തു സഹറ. ഈ മദീനത്തു സഹറ ഉണ്ടാക്കിയതിനു ശേഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദേശ ടൂറിസ്റ്റുകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചു. ഈ മദീനത്തു സഹറയിലേക്ക് സ്പെയിന്റെ മണ്ണിൽ ജൂതന്മാർ വെച്ച ലക്ഷ്യം അവർ വിജയിച്ചു. ജൂത പെണ്ണുങ്ങൾ മിനിസ്കേറ്റ് ധരിച്ച് സ്പെയിന്റെ മണ്ണിലിറങ്ങി, ടൂറിസ്റ്റുകളായി ഇറങ്ങി. അവർക്ക് സ്വാഗതമേകി. ആ സ്പെയിനിലെ മുസ്ലിം പെണ്ണുങ്ങൾ ആദ്യമായിട്ട് മിനിസ്കറ്റ് ധരിച്ച പെണ്ണുങ്ങളെ കണ്ടു. അവർ കളർഫുള്ളായി വേഷം ധരിച്ച പെണ്ണുങ്ങളെ കണ്ടു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ആയിക്കൂടാ? എന്തുകൊണ്ടായിക്കൂടാ? സ്പെയിനിലെ മുസ്ലിമീങ്ങളുടെ തകർച്ചയുടെ പ്രധാനമായ കാരണങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചതിൽ ഒരു കാരണം അവരുടെ വസ്ത്രധാരണ ഇസ്ലാമിന്റെ അപ്പുറത്ത് പോയതിന്റെ പേരിലാണ്. അങ്ങനെയാണ് സ്പെയിൻ തകർന്നത് എന്നാണ് ഒരു കാരണമായി അവർ പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തെ തകർക്കലാണ്, മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കലാണ് നമ്മൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന മാനദണ്ഡം വേഷവിധാനത്തിൽ അനുവർത്തിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്താണ് ഇസ്ലാമിന്റെ മാനദണ്ഡം? വേഷവിധാനത്തിൽ ഇസ്ലാമിന്റെ മാനദണ്ഡം എന്താ? നിരവധി മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 4 കാര്യങ്ങൾ അവർ പറയുന്നു ഒരു വിഷയത്തിൽ. അതായത്, ഒന്നാമത്, മുസ്ലിം വേഷം ധരിക്കുമ്പോൾ മുസ്ലിമിന്റെ വേഷത്തിലുള്ള നിബന്ധനയിൽ ഒന്നാമത്തത് മുബാഹൻ വ മുസ്ലിമിന്റെ വേഷം ഒന്നാമത്തത് എന്താണ്? നമ്മുടെ വേഷം മുബാഹായിരിക്കണം, അനുവദനീയമായ വേഷമായിരിക്കണം, ത്വാഹിറായതുമായിരിക്കണം. മുബാഹ് എന്ന് പറഞ്ഞാൽ, അനുവദനീയം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥവുമുണ്ട്. ഒന്ന്, ഇസ്ലാം അനുവദിച്ച വേഷം ആവുക. രണ്ടാമത്തേത് ഹറാമായ, അതായത് പിടിച്ചെടുക്കപ്പെട്ട ധനം കൊണ്ട് സമാഹരിച്ച വേഷം ആകാതിരിക്കുക. ഇസ്ലാം അനുവദിച്ച വേഷം ഏതാ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേഷവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അവന്റെ വേഷത്തിന് ഇസ്ലാം അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവൻ ധരിക്കേണ്ട വസ്ത്രം ഏതായിരിക്കണം? ഹലാലായിരിക്കണം, പിടിച്ചെടുക്കപ്പെട്ടതാകാൻ പാടില്ല. മാത്രമല്ല, പട്ട് വസ്ത്രം ഇസ്ലാം പുരുഷന് നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ പട്ട് വസ്ത്രം ഹലാലല്ല, ഹറാമായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയത്. ഈ അടുത്ത ദിവസം എന്നോട് ഒരാൾ ചോദിക്കേണ്ടായി, ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ലാ തഅകുലു റിബ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുതെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പലിശ ധരിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. പണ്ട് ചേകനൂർ വായിച്ചത് പോലെ പലിശ ഭക്ഷിക്കരുതെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അപ്പൊ പലിശ നമ്മൾ തിന്നാതിരുന്നാൽ പോലെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം, ആ പണം ഉപയോഗിച്ച് നമുക്ക് വേഷം ധരിച്ചാൽ, വസ്ത്രം ധരിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാരണം എന്താ? ഇസ്ലാമിൽ വസ്ത്രം വാങ്ങിക്കുന്നത് ഹലാലായിരിക്കണം, ഹലാലായ പണം കൊണ്ടായിരിക്കണം. അതേ പ്രകാരം തന്നെ അത് ത്വാഹിറായിരിക്കണം, ശുദ്ധിയുള്ള വേഷമായിരിക്കണം. ആ ശുദ്ധിയുള്ള വേഷം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ നജിസ് പറ്റാത്ത നിലയിലുള്ള അതായിരിക്കണം. അതല്ല എങ്കിൽ ചില വേഷങ്ങളുണ്ട്, മൃഗങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിച്ച്, തോലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ മാനദണ്ഡത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നജിസായ തരത്തിലുള്ളതായ വേഷവിധാനങ്ങളുണ്ട്. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒപ്പം തന്നെ മുസ്ലിമിന്റെ വേഷം, വസ്ത്രം എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നും കൂടെ അതിനർത്ഥമുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പള്ളിയിലൊക്കെ വരുമ്പോൾ പല പള്ളികളിലും ഇന്നത്തെ പോലെയുള്ള ഈ സംവിധാനം, നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങൾ പല പള്ളികളിലും ഇല്ല. നിന്ന് ഒഴിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുണ്ട് അവരുടെ വേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് വേറൊന്ന് ചർച്ച ചെയ്യേണ്ട, അങ്ങനത്തെ വേഷം ധരിക്കണോ വേണ്ടെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്ന ആളുകൾ അവർ ക്ലോസറ്റിലേക്ക് നേരെ താഴേക്ക് ഒഴിക്കുകയും അതിൽ നിന്ന് നജിസ് അവന്റെ വസ്ത്രത്തിലേക്ക് തെളിക്കുകയും ആ നജിസോടുകൂടെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോ ഇസ്ലാമിന്റെ ഒന്നാമത്തെ മാനദണ്ഡം, നാം ധരിക്കുന്ന വസ്ത്രം അത് മുബാഹും താഹിറും ആയിരിക്കുക. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം അയ്യകൂന സാത്തിറൻ ലിൽ ഔറത്ത്, അത് ഔറത്ത് മറക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ വസ്ത്രം. ഔറത്ത് മറക്കാൻ പറ്റാത്ത വസ്ത്രം ധരിക്കരുത്. ഔറത്ത് മറക്കാൻ കഴിയുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പണ്ഡിതന്മാർ ആ വിഷയം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഖാസാനി രേഖപ്പെടുത്തുന്ന ഒരു ഇബാറത്ത് പ്രകാരമാണ്, ഫഇൻകാന തൗബു റഖീഖൻ യസിഫു മാ തഹതഹു ലാ യജൂസു ലിഅന്ന ഔറതഹു മക്ശൂഫത്തുൻ മിൻ ഹൈസുൽ മഅന മിൻ ഹൈസുൽ മഅന. ഇതിനർത്ഥം എന്താ വെച്ചാൽ, വസ്ത്രം നേരിയതായി കഴിഞ്ഞാൽ, നേരിയ വസ്ത്രം ധരിക്കുന്ന ഒരാൾ ആ നേരിയ വസ്ത്രം ധരിക്കുന്നതിലൂടെ അവന്റെ ശരീരത്തിന്റെ നിറമോ അതല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഭംഗിയോ രൂപമോ കാണാൻ കഴിയുമെങ്കിൽ അവൻ വസ്ത്രം ധരിക്കാത്തവനെ പോലെയാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ലെഗിൻസിന്റെ കാലഘട്ടം. ലെഗിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലൂടെ ഇട്ടുകൊണ്ട് പോകുന്ന വേഷം കാണുമ്പോ തന്നെ അവരെന്തിനാ തുണി കൊടുത്തതെന്ന് ചിന്തിച്ചു പോകും. ഇവരെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വസ്ത്രം ധരിക്കുന്നത് എന്ന് ആലോചിച്ചു പോകും. ഏതൊരു ഈമാനുള്ള മനുഷ്യന്റെയും കണ്ണുകൾ എത്ര പിൻവലിക്കാൻ ശ്രമിച്ചാലും കണ്ണുകളെ മാടി വിളിക്കാൻ പാകത്തിനുള്ള വേഷം
അല്ലെ? ആ വേഷക്ക് എന്താണ്? ഇത് സാത്രുൽ ഔറത്തല്ല. അപ്പൊ ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തെളിഞ്ഞു കാണാൻ പാകത്തിന്, തെളിയാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊലിയുടെ നിറമല്ല, മറിച്ച് അവയവങ്ങളുടെ ഘടനകൾ തെളിഞ്ഞു കാണാൻ പാകത്തിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ആരിയാത്താണ്, അവൻ വസ്ത്രം ധരിക്കാത്തവളെ പോലെയാ. അപ്പോ സാത്രുൽ ഔറത്ത് ഔറത്ത് മറക്കുന്നതായിരിക്കണം. നാം ഷിറാസി രേഖപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ പ്രകാരമാണ് സത്രുൽ ഔറത്തി ബിമാ ലാ യസിഫുൽ ബസറതു മിൻ സൗബിൻ സഫീഖിൻ ഔ ജിൽദി. തൊലിയുടെയോ അതല്ല എങ്കിൽ അടിവസ്ത്രത്തിന്റെയോ നിറം കാണാൻ പാകത്തിലുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ ധരിക്കുകയാണ് എങ്കിൽ അവൻ വസ്ത്രം ധരിക്കാത്ത ഔറത്ത് മറക്കാത്തവനെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ സത്രുൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഔറത്ത് മറയ്ക്കാൻ പാകത്തിനുള്ളത്. പുരുഷന്റെ ഔറത്ത് ഏതാ? പുരുഷന്റെ ഔറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുട്ട് മുതൽ മുട്ടിന്റെയും പുക്കിന്റെയും ഇടയിലുള്ളത് അവൻ നിർബന്ധമായിട്ടും മറക്കേണ്ട ഔറത്താണ്. അവിടം വെളിവാകാൻ പാകത്തിന്. പിന്നെ അവൻ ധരിക്കുന്ന അതിന്റെ മുകളിലേക്ക് ധരിക്കുന്ന മറ്റു വേഷങ്ങൾ മറ്റൊരുത്തം. അവിടം വെളിവാകാത്ത നിലയിൽ, അതിന്റെ രൂപഭംഗി വെളിവാകാത്ത നിലയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വേഷം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അവിടെ വെളിവാകാത്ത നിലയിലുള്ള ഔറത്ത് പൂർണ്ണമായും മറയ്ക്കുന്ന നിലയിലുള്ള വസ്ത്രമായിരിക്കണം ഇവർ രണ്ടുപേരുടെയും വേഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടുപേരുടെയും വേഷം വേർതിരിക്കുന്നിടത്ത് കാണാം മാ ബൈന സുവത്തി വ ബൈന റുക്ബത്തൈനി ഔറത്തുൻ ലിർറജുൽ. പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പുരുഷന്റെ ഔറത്ത് മുട്ടുപുട്ടുവിന്റെ ഇടയിലുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുന്ന വഴിക്ക് ആളുകൾ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുട്ടുകാല് വെളിവാകും. നമ്മളൊക്കെ ഇപ്പൊ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ എന്ത് ചെയ്യും? തുണിയൊന്ന് മാടിക്കിട്ടാറുണ്ട് അല്ലെ? തുണിയൊന്ന് മാടിക്കിട്ട് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്നായിട്ട് അവർ പൊക്കിപ്പിടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പൊക്കിപ്പിടിക്കുമ്പോൾ നമ്മുടെ മുട്ടുകാല് വെളിവാകും. അതേ പ്രകാരം സഹാബികളിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുട്ടുകാല് വെളിവാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന രംഗം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആ തുട മറയ്ക്കൂ. എന്തിന്റെ ഔറത്തിന്റെ പരിധിയിൽപ്പെട്ടതാ, അത് വെളിവാക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോ വേഷം ധരിക്കുമ്പോൾ ഔറത്ത് മറയുക എന്നുള്ളതല്ല, അതിന്റെ പുറമെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളോ ശരീരത്തിന്റെ രൂപഭാവങ്ങളോ മനസ്സിലാകാത്ത നിലയിലായിരിക്കണം മറക്കേണ്ടത്. നമ്മുടെ കുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ ഇട്ടേക്കുന്ന വേഷം കണ്ടാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആൺകുട്ടികളൊക്കെ ഇടുന്ന ജീൻസ് ഒക്കെ സംഭവം നല്ല കട്ടിയുള്ളതാ, തൊലിയുടെ നിറമൊന്നും കാണാത്തതാ. പക്ഷെ അതൊക്കെ ഊരണമെങ്കിൽ ഗ്രീസ് വെത്തേണ്ടി വരും. അമ്മ അതിന് ടൈറ്റിൽ അങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണാൻ പാകത്തിലുള്ള ആ വസ്ത്രധാരണ, അതൊന്നും ഇസ്ലാമിന്റെ മാനദണ്ഡത്തിനകത്തുള്ളതല്ല. മൂന്നാമത്തേത് അല്ലാ യുസ്ബിഹ ലിബാസുൻ നിസാഇ. സ്ത്രീകളുടെ വേഷത്തിനോട് സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല പുരുഷന്റെ വേഷം. അതേ പ്രകാരം പുരുഷന്റെ വേഷത്തിനോട് സ്ത്രീകളുടെ വേഷത്തിനും സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. ആണിനും പെണ്ണിനും ഒരേപോലെ. അങ്ങനെയാണല്ലോ കാലം പോകുന്നത്. എറണാകുളം ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അതേപോലെ കോഴിക്കോട് ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ആണും പെണ്ണും ഒരേപോലത്തെ കാണാം. നമ്മുടെ നാടിന്റെ അവസ്ഥ പറഞ്ഞ പുറത്തേക്കുള്ള കഥ പറയണ്ട, നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇപ്പൊ അങ്ങനെ ഒറ്റയും തെറ്റായ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആണും പെണ്ണും വേർതിരിവില്ലാത്ത വേഷം അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. കാരണം ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അർ-റജുല യൽബിസു ലബിസത്തൽ മർഅത്തി വൽ മർഅത തൽബിസു ലബിസത്തൽ റജുലി. പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു ലാ യജൂസു ലിർരിജാലി അത്തസ്ബീഹ് ബിന്നിസാഇ ഫിൽ ലിബാസി വസ്സീനത്തി ലത്തി തഖ്തസ്സു ബിന്നിസാഇ. പെണ്ണിന്റെ വേഷവും ആണിന്റെ വേഷവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പെണ്ണുങ്ങൾക്ക് ഖാസായ ഒരു വേഷമുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ഉമ്മമാര്, വയസ്സായ ഉമ്മമാര് മുണ്ടെടുക്കാറുണ്ട് അല്ലെ? മുണ്ടെടുത്തിട്ട് വരാറുണ്ട് വയസ്സായ ഉമ്മമാര്. അപ്പൊ മുണ്ട് പെണ്ണിന്റെ വേഷമായിട്ടാണ് കണക്കാക്കുന്നത്? അല്ല. പെണ്ണിന് മാത്രമുള്ള വേഷമാണ്? അല്ല. പുരുഷന് മാത്രമുള്ള വേഷമാണ്? അല്ല. അത് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ നാടൻ സമ്പ്രദായം അനുസരിച്ച് സ്ത്രീകൾ ധരിക്കുന്നതാണ്. അതിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. പെണ്ണിന് മാത്രമായിട്ടുള്ള വേഷം, പുരുഷന് മാത്രമായിട്ടുള്ള വേഷം,
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ധരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ജീൻസ്, അതേപ്രകാരം ടീഷർട്ട്, ജീൻസും ടീഷർട്ടൊക്കെ പുരുഷന്മാരിടുന്നുണ്ട്, അത് പെണ്ണുങ്ങളും ഇട്ടുകൊണ്ട് നടക്കുക. അത്തരത്തിലുള്ളതായ കോലക്കെട്ടുകളെ പണ്ഡിതന്മാർ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. നാലാമത്തേത് അല്ലാ യുശ്ബിഹ ലിബാസൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ വേഷവുമായിട്ട് സാദൃശ്യം ഉണ്ടാകാതിരിക്കുക. കാഫിറുകൾ, അവിശ്വാസികളുടെ വേഷം. അവിശ്വാസികളുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് അവിശ്വാസികളും പാന്റ് ഇടാറുണ്ട്, വിശ്വാസികളും പാന്റ് ഇടാറുണ്ട്. അവിശ്വാസികളും ഷർട്ട് ധരിക്കാറുണ്ട്, വിശ്വാസികളും ഷർട്ട് ധരിക്കാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. അതല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന വേഷമാണ് ഉദ്ദേശിക്കുന്നത്? അതും അല്ല. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്ന വേഷം ഏതാണ്? അവിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള വേഷം. അവർക്ക് ചില പ്രത്യേകമായ ചില കളറുണ്ട്, ചില വേഷങ്ങളുണ്ട്. ഇപ്പോ തെക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നസാറാക്കൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ ക്രിസ്തീയ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക വേഷമാണ്. അവരുടുക്കുന്ന മുണ്ട്, അതിന്റെ പുറകിൽ ഒരു പ്രത്യേക ഞൊറിവൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക വേഷം ധരിക്കാറുണ്ട്. അത് അവർക്ക് മാത്രമുള്ള വേഷം. ആ വേഷം ആര് ധരിക്കരുത്? മുസ്ലിം ധരിക്കരുത്. അതേപ്രകാരം നമ്മുടെയൊക്കെ നാട്ടിൽ കാവി, അത് അവർക്കൊരു പ്രത്യേകതയുള്ള വേഷമാണ്. അവർ മാത്രം ധരിക്കുന്ന ഒരു പ്രത്യേക വേഷമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ധരിക്കാൻ പാടില്ല. അത് കാരണം എന്താ? അവരുടെ വേഷവുമായി സാദൃശ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? മൻ തശബ്ബഹ ബിഖൗമിൻ വഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തിനോട് യോജിച്ചാൽ, വേഷത്തിലാകട്ടെ, സംസ്കാരത്തിലാകട്ടെ, മറ്റു പെരുമാറ്റങ്ങളിലാകട്ടെ, അവരുമായി സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പൊ അവർക്ക് മാത്രമായിട്ടുള്ളതായ വേഷങ്ങൾ, രൂപങ്ങൾ, അതൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ മാനദണ്ഡത്തിന്റെ അപ്പുറത്താണ്. ഷെയ്ഖ് ഹുസൈമിൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞ വിശദീകരണ പ്രകാരം ഈ ചില ആളുകള് വർഗീയപരമായി ചിന്തിച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന വേഷം, അമുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്ന വേഷം, അവരുടെ കമ്പനിയിൽ നെയ്യുന്ന വേഷം ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലും അതല്ലാത്ത കാലഘട്ടത്തിലും എല്ലാം അമുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതിനെ ഇസ്ലാം എതിർത്തിട്ടില്ല. മറിച്ച് അവർ പ്രത്യേക ചിഹ്നങ്ങളായോ പ്രത്യേക നിറങ്ങളായിട്ടോ അവർ കൊണ്ടു നടക്കുന്ന വേഷത്തെയാണ് ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മാനദണ്ഡങ്ങൾ ഇസ്ലാം വസ്ത്രം ധരിക്കുന്ന നിബന്ധനയിൽപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇനി അറിയേണ്ടത് വസ്ത്രധാരണയിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച ചില സുന്നത്തുകളാണ്. വസ്ത്രധാരണയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ചില സുന്നത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സുന്നത്ത് ലബ്സുൽ ഖമീസ് ആണ്. പ്രവാചകൻ ഇഷ്ടപ്പെട്ട വേഷമായിരുന്നു, വസ്ത്രമായിരുന്നു ഖമീസ് എന്ന ഹദീസിൽ കാണാം. ഖമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീളം കുപ്പായം. ഈ നീളം കുപ്പായത്തിന്റെ രൂപം എന്താണ് എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഇന്ന് നമ്മുടെ ആളുകൾ ഇട്ടിട്ട് വരുന്ന, അറബികളൊക്കെ ഇട്ടിട്ട് വരുന്ന, ഇപ്പൊ ഞാനടക്കം പള്ളിയിലും മിമ്പറിൽ കുത്തുവയ്ക്ക് കയറുമ്പോൾ ഇടുന്ന ഒരു നീളം കുപ്പായമാണ്. ആ നീളം കുപ്പായം തന്നെയാണോ റസൂലുള്ളാഹി ഇട്ടിരുന്ന ഈ ഖമീസ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഈ കാണുന്ന ഈ കന്തൂറ, ആ നീളം കുപ്പായം ഉണ്ടല്ലോ, ആ നീളം കുപ്പായം ആണ് എങ്കിൽ സഹാബികള് ഈ ഖമീസ് ധരിച്ചുകൊണ്ട് തന്നെ അവർ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നു. അതേപോലെ അവർ ഭാരിച്ച പണികളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ നീളം കുപ്പായം ഉപയോഗിച്ച് ഈത്തപ്പനയുടെ മുകളിൽ കയറാൻ പറ്റും? കയറാൻ കഴിയില്ല. അപ്പോ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഖമീസ് ആയിരുന്നു, നീളം കുപ്പായം ആയിരുന്നു. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലം യകുൻ സൗബു അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖമീസ്. ഖമീസിനേക്കാൾ പ്രവാചകന് ഇഷ്ടപ്പെട്ട വേറൊരു വേഷം ഇല്ലായിരുന്നു എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അപ്പൊ ഖമീസ് പ്രവാചകന് ഇഷ്ടപ്പെട്ട വേഷമാണ്. അത് ഒരു സുന്നത്തായ കാര്യമായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേത് അൽ ലബ്സുൽ അബ്യദ്,
വെള്ള വസ്ത്രം ധരിക്കൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും, മാ അല അഹദിൻ അനിസ്തറ തൗബൈൻ, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഇൽബിസു മിൻ സിയാബിക്കുമുൽ ബയാർ ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും വഖഫിനു ഫീഹാ മൗതാക്കും. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അത് ഏറ്റവും നല്ല വസ്ത്രമാണ്. ആ വസ്ത്രം കൊണ്ട് തന്നെ നിങ്ങൾ മരണപ്പെട്ടവരെ കഫൻ ചെയ്യുകയും ചെയ്യുക. അപ്പോ പുരുഷന്മാർക്ക് ധരിക്കാൻ ഏറ്റവും നല്ല വേഷം വെള്ള വസ്ത്രമാണ്. അതേ പ്രകാരം തന്നെ മയ്യത്തിനെ കഫൻ ചെയ്യാനും ഉത്തമമായ വേഷം വെള്ള വസ്ത്രമാണ് എന്ന് അതിന് മനസ്സിലാക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ വളരെ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തുന്നുണ്ട്. വെള്ള വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ ധരിക്കുന്നതിനെ കുറിച്ചും അതേപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്നതിനെ കുറിച്ചും. മയ്യത്ത് കഫൻ ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന കാലത്ത് അവൻ ധരിച്ച വെള്ള വസ്ത്രം വേഷം, ആ വേഷം തന്നെ ധരിപ്പിക്കണം എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ലബ്സു അഹ്സനി സിയാബി ഫിൽ ജുമുഅത്തി വൽ ഈദൈൻ. പെരുന്നാളിനും അതേ പ്രകാരം, രണ്ട് പെരുന്നാളിനും അതേ പ്രകാരം ജുമുഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ ഹദീസാണ് ഇവിടെ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അലാ അഹദികുൻ ഇസ്തറാ സൗബൈനി ലിയൗമിൽ ജുമുഅത്തി സിവാ സൗബൈ മുഹിനത്തിൻ. സാധാരണ ജോലിക്കും മറ്റും ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ പുറമെ ആർക്കെങ്കിലും രണ്ട് വസ്ത്രം പ്രത്യേകിച്ച് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ ജുമുഅക്ക് വേണ്ടി രണ്ട് വസ്ത്രം അവൻ വാങ്ങിച്ച് ഉപയോഗിച്ചു കൊള്ളട്ടെ. അപ്പൊ ജുമുഅക്കും പെരുന്നാളിനും പ്രത്യേകമായ വേഷം ഉണ്ടായിരിക്കൽ പ്രവാചകന്റെ സുന്നത്തായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. നാലാമത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് വസ്ത്രധാരണയിൽ ഒരു വിനയം വേണം. വസ്ത്രം ധരിക്കുന്നത് തഫാഖുറിന് വേണ്ടിയാകരുത്, പവർ കാണിക്കാനും അഹങ്കാരത്തിനും അഹംഭാവത്തിനും വേണ്ടിയാകരുത്. വസ്ത്രധാരണത്തിൽ എപ്പോഴും ഒരു തവാളു വേണം. കാരണം എന്താ? വസ്ത്രധാരണത്തിലൂടെ അതിലൂടെ അഹംഭാവം കാണിക്കുകയും അഹന്ത നടിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഹർദൽ. ഒരു അണുമണി തൂക്കത്തോളം അഹങ്കാരം മനസ്സിൽ ഉള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു അൻ യകൂന തൗബി ഹസന വനഅനി ഹസന അഫമിനൽ കിബരി ദാക. നബിയെ, ഞാൻ നല്ല വസ്ത്രം ധരിക്കാനും നല്ല ചെരുപ്പ് ധരിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കിബറിൽ പെടുമോ എന്ന് ചോദിച്ചു. നല്ല വസ്ത്രം ധരിക്കലും നല്ല ചെരുപ്പ് ധരിക്കലും കിബറല്ല, മറിച്ച് അതിന്റെ മേൽ അഹംഭാവം കാണിക്കലാണ് കിബറായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ല, അത് കിബറല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല അഴക് ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ അഴകോടുകൂടെ വസ്ത്രം ധരിക്കാം, നല്ല ഭംഗിയോടുകൂടെ വസ്ത്രം ധരിക്കാം. പക്ഷേ ഔറത്ത് മറയ്ക്കുന്ന നിലയിൽ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളുടെ അകത്ത് നിന്നുകൊണ്ടായിരിക്കണം വേഷം ധരിക്കേണ്ടത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇത്രയും പറഞ്ഞിടത്ത് ഇതൊക്കെ സ്ത്രീ പുരുഷന്മാർക്ക് പൊതുവെ ബാധകമായിരുന്നു. അതിൽ വെള്ള വസ്ത്രം സുന്നത്താണോ എന്ന കാര്യത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സുന്നത്ത് വെള്ള വസ്ത്രത്തിന്റെ പേരിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇവിടെ പൊതുവെ വസ്ത്രധാരണയിൽ ഇസ്ലാം പറയുന്ന അടിസ്ഥാനപരമായ തത്വം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് പ്രകാരമാണ് നഗ്നത മറയ്ക്കുക. സൗന്ദര്യം സ്ത്രീകൾ വെളിവാക്കാതിരിക്കുക. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണയുടെ പിന്നിലുള്ള ലക്ഷ്യം നഗ്നത മറയ്ക്കലാണ്. സൗന്ദര്യം വെളിവാകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് ആയത്ത് കൊണ്ട് മനസ്സിലാക്കാം. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നഗ്നത മറയ്ക്കലും സൗന്ദര്യം വെളിവാക്കാതിരിക്കലുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇപ്രകാരമാണ്. പുരുഷന്മാരോട് പറഞ്ഞത്, പുരുഷന്മാരോട് പറയണം അവരുടെ കണ്ണുകൾ താത്താനും അവരുടെ മുഖ്യഭാഗങ്ങൾ സംരക്ഷിക്കാനും പറയണം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് പറയുന്ന വേഷത്തെ കുറിച്ചുള്ള ഭാഗത്ത് കാണാം, കുല്ലിൽ മുഅ്മിനാ, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയണം എന്ത്? യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫദുന ഫുറൂജഹിന്ന, അവരുടെ മുഖ്യഭാഗങ്ങൾ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സൗന്ദര്യം വെളിവാക്കരുത്.
അവരെ സൗന്ദര്യം വെളിവാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ പറയുന്നിടത്ത് സൗന്ദര്യം വെളിവാക്കാതെ അവൾ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, അവൾക്ക് സൗന്ദര്യം വെളിവാക്കാൻ വസ്ത്രം ധരിക്കാൻ 12 സ്ഥലത്ത് അനുവാദമുണ്ട്. 12 സ്ഥലത്ത് ഒരു പെണ്ണിനെ സൗന്ദര്യം വെളിവാക്കാം. കാരണം ഒരു പെണ്ണെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും മൂടിപ്പൊഴിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണയിൽ ഒരല്പം ആശ്വാസം എന്ന നിലയിൽ അവൾക്ക് ഇസ്ലാം പറയുന്ന 12 ഭാഗങ്ങൾ ഖുർആൻ വരവിട്ട് പറയുന്നുണ്ട്. വലാ യുബ്ദീന സീനത്തഹുന്ന, പെണ്ണ് അവളുടെ സൗന്ദര്യം വെളിവാക്കരുത്. ആരുടെ മുമ്പിലൊഴിച്ച്? ഇല്ലാ ലിബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ മുമ്പിലൊഴിച്ച്. അപ്പൊ ഭർത്താവിന്റെ മുമ്പിൽ പെണ്ണിന് എങ്ങനെയും ആകാം, കുഴപ്പമില്ല. പിന്നെയോ ഔ ആബാഇഹിന്ന, അവളുടെ പിതാവിന്റെ മുമ്പിൽ, പിതാക്കന്മാരുടെ മുമ്പിൽ അവൾക്ക് സൗന്ദര്യം വെളിവാക്കിക്കൊണ്ട് വസ്ത്രം ധരിക്കാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുമ്പോൾ അവളുടെ സൗന്ദര്യം വെളിവാക്കരുത്, സ്വയം വെളിവാകുന്നത് ഒഴിച്ച് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന ഭാഗത്താ പറയുന്നത് ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുമ്പോൾ സൗന്ദര്യം വെളിവാക്കാൻ അനുവദനീയമുള്ളത് ഭർത്താവിന്റെ മുമ്പിൽ, അതേ പ്രകാരം 2 പിതാവിന്റെ മുമ്പിൽ. ഔ ആബാഇ ബുഊലത്തിഹിന്ന, ഭർത്താവിന്റെ പിതാക്കന്മാരുടെ മുമ്പിൽ. അമ്മോശന്റെ മുമ്പിൽ ഒരു പെണ്ണിന് സാധാരണ വേഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിലെ മാക്സിയോ അതല്ലെങ്കിൽ ഏതാണ് വേഷം, ആ സാധാരണ വേഷം അവൾക്ക് ധരിക്കാം. ഔ അബ്നാഇഹിന്ന, സ്വന്തം മക്കളുടെ മുമ്പിൽ അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഔ അബ്നാഇ ബുഊലത്തിഹിന്ന, അവളുടെ ഭർത്താവിന്റെ ആൺമക്കളുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. 6 ഔ ഇഖ്വാനിഹിന്ന, അവളുടെ സഹോദരന്മാരുടെ മുമ്പിൽ അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഔ ബനി ഇഖ്വാനിഹിന്ന, അവളുടെ സഹോദരന്റെ ആൺമക്കളുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഔ ബനി അഖവാത്തിഹിന്ന, അവളുടെ സഹോദരിയുടെ ആൺമക്കളുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഔ നിസാഇഹിന്ന, അവളെ പോലത്തെ സാധാരണക്കാരായ പെണ്ണുങ്ങളുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, അവൾക്ക് വലം കൈ ഉടമയാക്കിയ അവളുടെ അടിമകളുടെ മുമ്പിൽ അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, അതേ പ്രകാരം ആഗ്രഹം ജനിക്കാത്ത വേലക്കാരായ പുരുഷന്മാരുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. വീട്ടിൽ വേലക്കാരന് അവര് ആഗ്രഹം ജനിപ്പിക്കാത്ത ആൾക്കാരാ, വയസ്സായി പടുവൃദ്ധന്മാരാണ്, അങ്ങനെയുള്ള പുരുഷന്മാരുടെ മുമ്പിലും അവൾക്ക് സാധാരണ വേഷം ധരിക്കാം. ഇങ്ങനെ 11 പറഞ്ഞു. 11 പറഞ്ഞിട്ട് 12 അള്ളാഹു പറഞ്ഞു. ഇത്രയും സൂക്ഷ്മതയോടുകൂടി അള്ളാഹു പറഞ്ഞിട്ട് 12 പറഞ്ഞതിന്റെ സൂക്ഷ്മത വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞു കുട്ടികളുടെ മുമ്പിൽ. കുട്ടികളുടെ മുമ്പിൽ, നമ്മുടെ നാട്ടിലുള്ള അയൽവക്കത്തുള്ള കുട്ടികൾ, അതേപോലെ നമ്മുടെ ബന്ധുക്കളുടെ മക്കൾ, ഈ പറയപ്പെട്ടതിന്റെ പരിധിയിൽ അപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചെറിയ മക്കൾ, ചെറിയ കുട്ടികൾ, ആ കുട്ടികളുടെ മുമ്പിലും പെണ്ണെ നിനക്ക് സാധാരണ വേഷം ധരിക്കാം. പക്ഷേ ആ കുട്ടിക്ക് ഒരു പ്രത്യേകത. എന്താ കുട്ടിയുടെ പ്രത്യേകത? അല്ലദീ ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീ രഹസ്യം അറിയാത്ത കുട്ടികളായിരിക്കും. എല്ലാ കുട്ടിയുടെ മുമ്പിൽ നീ എന്ത് ചെയ്യരുത്? സാധാരണ കോലത്തിൽ നിൽക്കരുത്. നീ നിൽക്കുമ്പോ ആ കുട്ടി സ്ത്രീരഹസ്യം അറിയാത്ത കുട്ടിയാണെങ്കിൽ അങ്ങനെ നിൽക്കാവൂ. സ്ത്രീരഹസ്യം അറിയുന്ന കുട്ടിയാണ് എങ്കിൽ നീ അങ്ങനെ നിൽക്കാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുക, ഇത് അള്ളാന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു കുട്ടി അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലൊന്നുമല്ല ഈ ആയത്തിറങ്ങിയത്. പക്ഷെ ഈ ആയത്തിന്റെ പ്രസക്തി ഇന്ന് അറിയാൻ കഴിയുക. ഈ ആയത്ത് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പെണ്ണെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ചെറിയ മക്കളെ മുമ്പിൽ നീ ജാഗ്രത കാണിക്കണം, അല്ലേ? അത്രയും ശ്രദ്ധേയമായ ഒരു വാക്കാ ഖുർആൻ ഉപയോഗിച്ചത്. കുട്ടികളാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടില്ല. ആ കുട്ടി ഇത്തരത്തിലുള്ളതായ അശ്ലീലമായ കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടിയാണെങ്കിൽ അവിടെ നീ ജാഗ്രത കാണിക്കണം. അപ്പൊ ഇത്രയും സ്ഥലത്ത് 12 സ്ഥലത്ത് പെണ്ണിന് സാധാരണ വേഷം ധരിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തു.
അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവളുടെ വസ്ത്രധാരണ ഇസ്ലാമിന്റെ മാനദണ്ഡത്തിന്റെ അകത്ത് നിന്നുകൊണ്ടായിരിക്കണം. സൗന്ദര്യം വെളിവാക്കാത്ത നിലയിൽ. പിന്നെ ഇന്ന വസ്ത്രം പറ്റോ ഇന്ന വസ്ത്രം പറ്റോ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മുഖം മറയ്ക്കുന്നതിനെ കുറിച്ച്, കയ്യിൽ ഗ്ലൗസ് ഇടുന്നതിനെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വ്യാപകമായ ചർച്ചയുണ്ട്. അവിടെയൊക്കെ ഖുർആൻ പറഞ്ഞ വലാ യുബ്ദീന സീനത്തഹുന്ന, സീനത്ത് വെളിവാക്കാത്ത നിലയിൽ. സീനത്ത് വെളിവാകണമെങ്കിൽ അവൾ ഏതെല്ലാം വസ്ത്രം ധരിച്ചിട്ടാണ് അവളുടെ സൗന്ദര്യത്തെ മൂടി വെക്കേണ്ടി വരുന്നത്, ആ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവൾ സൗന്ദര്യത്തെ മൂടി വെക്കണം. ഇതാണ് ഈ വിഷയവുമായി കൊണ്ട് വിശുദ്ധ ഖുർആന്റെ പരാമർശം. അപ്പോൾ വസ്ത്രം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ അലങ്കാരത്തിന് വേണ്ടിയും നഗ്നത മറയ്ക്കാൻ വേണ്ടിയും ആണ് എങ്കിലും ഇസ്ലാം വസ്ത്രധാരണത്തെ കാണുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വേഷവിധാനത്തിൽ പുരുഷനും സ്ത്രീയും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. എന്നോടിവിടെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാനൊരു ക്ലാസ് മുമ്പ് എടുക്കേണ്ടിയിരുന്നു നമ്മുടെ കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എനിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെ ആയിപ്പോയത്. അവിടെയും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കുടുംബനാഥന്മാരാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഖുർആൻ പറഞ്ഞത് ഓ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, അഹ്ലീക്കും, കുടുംബക്കാരെയും സൂക്ഷിക്കണം, എന്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ എത്ര വലിയ ഇബാദത്ത് ചെയ്താലും എത്ര വലിയ സാലിഹായി ജീവിച്ചാലും അവന്റെ വസ്ത്രധാരണയിൽ ഇസ്ലാമിന്റെ മാനദണ്ഡം വിട്ടുകടന്നിട്ടുള്ളതാണ് എങ്കിൽ അത് അവനെ നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാളിന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ, മക്കളെ വേഷം ധരിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ വേഷം ഇസ്ലാം പഠിപ്പിച്ച നിലയിൽ ആണോ എന്ന് ചിന്തിക്കണം. പാന്റ് മടക്കി വെക്കുന്ന സംസ്കാരത്തോട് ഞാൻ എപ്പോഴും എതിരാണ്. പാന്റ് മടക്കി വെച്ചുകൊണ്ടുള്ള ആ സംസ്കാരമുണ്ടല്ലോ, അതിനോട് നാം എപ്പോഴും എതിരാണ്. എപ്പോഴും നമ്മുടെ വേഷം ആ നിര്യാണിയോടൊപ്പം നിൽക്കുന്ന, അതിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന നിലയിലായിരിക്കണം. അത് യാദർശികമായിട്ടൊക്കെ ഇറങ്ങിപ്പോകും അല്ലെ, അതിനെ വലിയൊരു കുറ്റപ്പെടുത്തലായിട്ട് കാണുവാൻ വേണ്ട. ചില ആളുകൾ അങ്ങനെയും കാണാറുണ്ട്. ആര് ഇങ്ങനെ വേഷം ധരിച്ചു പോകുന്നോ അവരുടെ നെരിയാന്റെ താഴെ അല്പം ഇറങ്ങിക്കഴിഞ്ഞ വലിയ കുറ്റപ്പെടുത്തൽ, അത് വേണ്ട. യാദർശികമായി ഇറങ്ങിപ്പോകുന്ന ആളുകളെ, മറവി മൂലം ഇറങ്ങിപ്പോകുന്ന ആളുകളെ അതൊന്ന് ഓർമ്മപ്പെടുത്തുക. അതേ പ്രകാരം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാദർശികമായി വെളിവാകുന്ന വേഷം, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വസ്ത്രം ധരിച്ച് വീട്ടിലിരിക്കുക, സാധാരണ വേഷമൊക്കെ ധരിച്ചിരിക്കുക. പെട്ടെന്ന് മുറ്റത്തൊക്കെ വസ്ത്രം ഉണക്കാനിട്ടിട്ടുണ്ട്. ഉണക്കാനിട്ടിരുന്നപ്പോ പെട്ടെന്ന് മഴ പെയ്തപ്പോ ഓടിപ്പോയി എടുക്കാൻ വേണ്ടി പോണ സമയത്ത് കണ്ട ഒരു തുണി എടുത്ത് വേഗം പുതച്ചിട്ടാ പോണം. അപ്പോ ചിലപ്പോ അവളുടെ കയ്യിന്റെ ഭാഗങ്ങളോ കാലിന്റെ ഭാഗങ്ങളോ അല്പം വെളിവായി കൂടായില്ല. അങ്ങനെ അതൊക്കെ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ യാദർച്ഛികമായി സംഭവിക്കുന്നതിന് ഇസ്ലാം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ബോധപൂർവം ഇസ്ലാമിന്റെ മാനദണ്ഡത്തിന്റെ അപ്പുറത്തേക്ക് വേഷം പോകുന്നതിനെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. അത് നമ്മുടെ കുടുംബത്തിൽ പ്രധാനത്തോടുകൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ മോശത്തരങ്ങൾക്കും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ വൃത്തികേടുകൾക്കും ഇന്ന് സമൂഹത്തിൽ കേട്ടുകേൾവിയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം എടുത്ത് പരിശോധിച്ചാൽ വേഷവിധാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെയുള്ള ജയിലിലെ തടവ് പണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുന്ന ഒരു സദസ്സുണ്ടായിരുന്നു. ആ സദസ്സിൽ പങ്കെടുക്കൽ, അവിടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ഏതാനും ആളുകൾ അവരുമായി സംസാരിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മുമ്പൊന്നും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്ത ആളുകളല്ല. ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഉസ്താദേ എന്ത് ചെയ്യാം, നിയന്ത്രണം വിട്ടുപോവുക. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനൊരു നിയന്ത്രണമുണ്ട്. വികാരം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിനോട് വിട്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ പൈശാചികമായ സ്വാധീനം ഉണ്ടാവുകയും ചെയ്താൽ മനുഷ്യൻ തെറ്റിലേക്കും ഹറാമിലേക്കും ഇത്തരം അപകടങ്ങളിലേക്കും പോകും. അപ്പോൾ
വഴിവെക്കുന്ന വേഷം പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളെ കൊണ്ട് ധരിപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ലെഗിൻസ് പോലെയുള്ള അതേപോലെ ബനിയൻ ക്ലോത്തിന്റെ വേഷങ്ങൾ അതൊക്കെ പെൺമക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അഥവാ അങ്ങനത്തെ ധരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ പർദ്ദയോ അതല്ലെങ്കിൽ മുഴുവൻ ശരീരം മറയ്ക്കാൻ പാകത്തിലുള്ള വേഷമോ ധരിച്ചുകൊണ്ട് വേണം മക്കളെ പുറത്തേക്ക് ഇറക്കാൻ. നമ്മൾ ചിന്തിക്കും എന്റെ കുട്ടി ചെറിയ കുട്ടിയല്ലേ എന്ന് ചിന്തിക്കും. ശരിയാ, നമുക്ക് കുട്ടി ചെറുതായിരിക്കും, കാണുന്നവർക്ക് കുട്ടി ചെറുതായിക്കോളുന്നില്ല. അതുകൊണ്ട് തന്നെ വേഷത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഈ മാനദണ്ഡങ്ങളെ നാം കൃത്യതയോടുകൂടെ പാലിക്കാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണിത്. പക്ഷേ സമയപരിമിതി, അതേപോലെ നോമ്പിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, നോമ്പ് പിടിച്ചുകൊണ്ടുള്ള ക്ലാസ്സിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനാറുൽ ഹുദ സ്ഥാപനം അതിനുവേണ്ടി ആകുന്ന രീതിയിൽ സംഭാവനകൾ ചെയ്ത് ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കാൻ തയ്യാറാവുക. അല്ലാഹു തആല നമ്മുടെ വേഷം ഇസ്ലാമിന്റെ മാനദണ്ഡത്തിന്റെ അകത്തു നിന്നാക്കുവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല നിലയിലും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് ശരിയായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ നിന്നല്ല പല പള്ളികളിലും ഇതേപോലെ ളുഹറിന് ശേഷമുള്ള ക്ലാസുകൾ റമദാനിൽ സംഘടിപ്പിച്ച സംഘാടകരായ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷം ആളുകളും കിതാബ് ഓതി പഠിച്ചോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചു പഠിച്ചോ ഒന്നും ഇസ്ലാമിന്റെ വിവരങ്ങൾ കൂടുതൽ കരസ്ഥമാക്കിയ ആളുകളല്ല. ഇതേപോലെ ക്ലാസുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കിട്ടിയ ഇൽമുകൾ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ഇത് ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്ന ആളുകളൊക്കെ ദിവസേന നമ്മുടെ ഈ കോട്ടക്കൽ ഈ പള്ളിയിൽ നടക്കുന്ന ഈ ക്ലാസ് ദിവസേന സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സദാ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.